ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ്. അത് തിരുവോണം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇന്ന് പറയുന്നത്. തിരുവോണം നക്ഷത്രത്തിന് ഈ വിഷുവിന് ശേഷം വന്നു ചേരാവുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവാധീനത്തെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. മീനം രാശിയിൽ ശനിയും അതുപോലെ തന്നെ മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 അതായത് 2026 ഏപ്രിൽ മാസം 14 രാവിലെ 8 അതായത് ഉദയാൽപരം ഉദയത്തിന് ശേഷം 8 നാഴിക 8 വിനാഴിക 9:32 ചൊവ്വാഴ്ച ദിവസം ചതയം നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്ര നാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് രവി സംക്രമം, അതായത് മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യഗ്രഹം മേടം രാശിയിലേക്ക് അത് തൻ്റെ ഉച്ച രാശിയിലേക്ക് മാറുന്ന ആ സമയമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് 8 നാഴിക കഴിഞ്ഞായതിനാൽ പിറ്റേ ദിവസമാണ് വിഷുക്കണി കാണാനൊക്കെ പറ്റുകയുള്ളല്ലോ. അതുകൊണ്ടാണ് 15-ാം തീയതി വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വിഷുവിന് ശേഷം നേട്ടങ്ങൾ ഉള്ള ഒരു വർഷമാണ് കടന്നു വരിക. 1-2 ദിവസത്തെ കാര്യമല്ല, ഒരു വർഷത്തിനകം തിരുവോണം നക്ഷത്രക്കാർക്ക് വിവിധങ്ങളായ നേട്ടങ്ങൾ വന്നു ചെയ്യും. ഓരോ ഭാവങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. വിഷുഫലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സന്തോഷവും ഐശ്വര്യവും ഒക്കെ ആരോഗ്യവുമൊക്കെ അതാണല്ലോ ഏറ്റവും പ്രധാനം. അത് തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ ലഭിക്കുന്ന ഒരു വർഷമാണ് വിഷുഫലം. മറ്റൊരു കാര്യം കൂടി, പ്രകൃതി അതിനെയും വിചിന്തനം ചെയ്യാതെ പറ്റുകയില്ല. പ്രകൃതി ധാരാളം മഴ ലഭിക്കുകയും ആവശ്യത്തിന് വെയിലും മഞ്ഞും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷം. ഓരോ വ്യക്തികളും തിരുവോണ നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികളും കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. കാർഷിക രംഗം എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. കുറേ പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ മാത്രമല്ല, മെഡിസിനൽ പ്ലാന്റ് കൃഷി ചെയ്യുന്നവർ, അതായത് പച്ചമരുന്ന് കൃഷി ചെയ്യുന്ന ആൾക്കാരും, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ഏലക്ക, ഗ്രാമ്പു, അങ്ങനെ പോകുന്നു ആ പട്ടി. നാണ്യവിളകളുണ്ട്, വ്യവസായത്തിന് അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവർ, കൂടാതെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നവർ, വൃക്ഷങ്ങൾ നട്ട് ഭൂമിയെ പരിപാലിക്കുന്നവർ, മൃഗങ്ങളെ സംരക്ഷിക്കുന്നവർ. ഓരോ രീതിയിലുള്ള മൃഗങ്ങളുണ്ട്. പശുക്കൾ മാത്രമല്ല, ആട്, മാടുകൾ, പശു, അതുപോലെ തന്നെ പട്ടി വളർത്തുക, കോഴി വളർത്തൽ, പക്ഷി വളർത്തൽ, അലങ്കാര പക്ഷികൾ, അലങ്കാര മത്സ്യങ്ങൾ, മത്സ്യകൃഷി, അങ്ങനെ നിരവധിയായ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്യപൂർവമായ ചില നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളും വന്നു ചേരും. പ്രതീക്ഷിക്കാതെയുള്ള ലാഭങ്ങളാണ് ഈ ഒരു വിഷുവിന് ശേഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഞാൻ ഈ പറയുന്നത് വിഷു ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളാണ്. അത് അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് അധിക കാര്യങ്ങൾ, ഓരോ മാസത്തെ ഫലവും അതുപോലെ തന്നെ ആഴ്ച ഫലവും ഒക്കെ അറിയാവുന്നതാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്, കൊച്ചുകുട്ടികളായിരിക്കുന്നവർക്ക് ഒക്കെ വളരെ നല്ലതാണ്. നല്ല വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുവാൻ
ഒക്കെ സാധിക്കുക വഴി നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല കാലമാണ്. അതുപോലെ തന്നെ കുട്ടികളായിരിക്കുന്നവർക്ക്, പ്രായമായവർക്ക് ഒക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, യുവാക്കളായിരിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. മംഗളകരമായ ഒരു വിവാഹം വന്ന് നടക്കുക. പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സഹോദര സ്ഥാനീയർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ മക്കൾക്കോ, പ്രായമായ മാതാപിതാക്കൾ, പ്രായമായവരൊക്കെയാണ് തിരുവോണ നക്ഷത്രക്കാരെങ്കിൽ അവരുടെ മക്കളെ ഒന്ന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്ന സന്ദർഭമാണ് എങ്കിൽ അങ്ങനെ വിവാഹമൊക്കെ നടന്ന് മംഗളകാര്യങ്ങൾ നടന്ന് കാണുവാൻ യോഗമുള്ള, ഭാഗ്യമുള്ള ഒരു വർഷമാണ് ഈ വിഷുഫലം കൊണ്ട് കാണുന്നത്. എല്ലാ തരത്തിലും ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളായിട്ട് ഉള്ളവർ, അതായത് ജാതകാലൊക്കെ ദോഷങ്ങളൊക്കെ ഉള്ളവരെ ചിലപ്പോൾ പിണങ്ങി നിൽക്കുക ഒക്കെ സ്വാഭാവികമാണ്. അവർക്ക് വീണ്ടും ക്ഷമിക്കുന്നതിനും, കുറ്റങ്ങളും തെറ്റുകളും ഇല്ലാത്തവരില്ല, അവർക്ക് അത് പറഞ്ഞ് പരിഹരിക്കുന്നതിനും, ഒരുമിച്ച് സന്തോഷപൂർണ്ണമായിട്ട് ഐശ്വര്യപൂർണ്ണമായിട്ട് കുടുംബജീവിതം നയിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും. ഉല്ലാസയാത്ര പോവുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, മംഗളകാര്യങ്ങൾ പങ്കെടുക്കുക, അങ്ങനെ ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താനം വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ കടങ്ങൾ വീടുക, ഒരിക്കലും വീടുകയില്ല എന്ന് വിചാരിച്ച കടങ്ങൾ പ്രതീക്ഷിതമായിട്ട് വീടുന്നതിനും ഈ വിഷുവിന് ശേഷം തിരുവോണ നക്ഷത്രക്കാർക്ക് ഭാഗ്യവും യോഗവും ദൈവാധീനവും ഒക്കെ ഉണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഗൃഹം പുതുക്കി പണിയുകയോ ഒക്കെ ആകാം. നല്ല നല്ല ഗൃഹങ്ങളുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല. എങ്കിലും സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗൃഹം പുതുക്കി പണിയുന്നതിനും, അത് പുതിയ ഗൃഹത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ, അതുപോലെ തന്നെ ഒരു വാഹനം വന്നു ചേരുന്നതിന്, പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിന്, അങ്ങനെയൊക്കെ യോഗമുണ്ട്, ഭാഗ്യമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ലതാണ്. അതിനൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക, സംസാരത്തിൽ നൈർമല്യവും കൃത്യനിഷ്ഠയും, അതുപോലെ തന്നെ ദേഷ്യം ഒഴിവാക്കുക, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. എല്ലാവരും സഹായിക്കാം എന്ന് പറയുന്നവരെല്ലാം നല്ലവരൊന്നുമല്ല. നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് പരിചയം കൊണ്ടൊക്കെ സാധിക്കുകയുള്ളൂ. കുറച്ചൊക്കെ അടുത്ത് ഇടപെടാതെ പറ്റുകയില്ല. എങ്കിലും കൊള്ളുകയില്ലാത്ത ആൾക്കാരെ അപ്പോഴേ തന്നെ അവോയ്ഡ് ചെയ്തേക്കുക. എത്ര നല്ലതാണെങ്കിലും ആറ്റിലേക്ക് കായ്ക്കുന്ന മാവ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വെട്ടിക്കളഞ്ഞേക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം, പ്രയാസമുള്ള വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.